കലൂർ സ്റ്റേഡിയം അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉമാ തോമസ് എം.എൽ.എ വക്കീൽ നോട്ടീസ് അയച്ചു. കൊച്ചി കോർപ്പറേഷൻ, GCDA, മൃദംഗാവിഷൻ എന്നിവർക്കാണ് നോട്ടീസ്. 2 കോടി നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. MK ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, എന്താണ് ഉമാ തോമസ് എം.എൽ.എയുടെ ആവശ്യം? വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? അമൃത, കഴിഞ്ഞ വർഷം ഡിസംബർ 29-നാണ് ഉമാ തോമസിനെ കലൂർ സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റത്. 47 ദിവസം അവർ ആശുപത്രിയിൽ കഴിയുകയും പിന്നീട് ചികിത്സ അവസാനിപ്പിക്കുകയുമാണ് ഉണ്ടായത്. അവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ ആരോഗ്യ നഷ്ടം എല്ലാം തന്നെ ഉണ്ടായ ഒരു അപകടമാണിത്. എന്തായാലും 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നിലവിൽ അവർ നഷ്ടപരിഹാരം തേടി നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇവർ പ്രധാനമായും കൊച്ചി കോർപ്പറേഷൻ, അതുപോലെ തന്നെ GCDA, ഈ പരിപാടി സംഘടിപ്പിച്ച മൃദംഗാവിഷൻ, ഈ 3 ഏജൻസികൾക്കാണ് അവർ നിലവിൽ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2 കോടി രൂപ നഷ്ടപരിഹാരമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ നഷ്ടപരിഹാരം നേരത്തെ തന്നെ GCDAയുടെ ഒരു യോഗത്തിൽ വെച്ച് തനിക്ക് ഗുരുതരമായ പരിക്കേറ്റ ഈ അപകടത്തിൽ നഷ്ടപരിഹാരം വേണമെന്ന് അവർ GCDA ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ GCDA അത് പരിഗണിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഷുക്കൂറിലേക്ക് മടങ്ങിയെത്താം. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉമാ തോമസ് M.L.A വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 2 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം ഈ ഒരു അപകടത്തിന് ശേഷമുള്ള M.L.എയുടെ സാഹചര്യമൊക്കെ തന്നെ. ആരോഗ്യസ്ഥിതി വലിയ അപകടത്തിൽ തന്നെയായിരുന്നു. ഒരുപാട് ദിവസം ആശുപത്രിയിൽ ഉൾപ്പെടെ കഴിയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. MK ഷുക്കൂർ തുടരുന്നുണ്ട്. ഷുക്കൂർ, നിലവിലിപ്പോൾ ആർക്കൊക്കെയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്? അമൃത, കൊച്ചി കോർപ്പറേഷൻ, ഒപ്പം തന്നെ GCDA, അതുപോലെ തന്നെ പരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷൻ, ഈ 3 സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം, അതായത് ഏതാണ്ട് വലിയ തുക തനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി, ഒപ്പം തന്നെ 47 ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ഇതെല്ലാം തന്നെ ഈ 3 സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഏജൻസികളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വന്ന വീഴ്ചകൾ മൂലമാണ് തനിക്ക് ഇത്തരമൊരു അപകടമുണ്ടായത്. ഈ പരിപാടി നടത്താൻ കലൂർ സ്റ്റേഡിയത്തിൽ അനുമതി നൽകുമ്പോൾ സ്വാഭാവികമായും ആവശ്യമായ അനുമതികൾ, ലൈസൻസുകൾ നൽകിയിരുന്നില്ല. എന്നിട്ടും അവിടെ പരിപാടി നടത്തി. അതായത് PPR ലൈസൻസ് നിർബന്ധമായിരുന്നു. അത് കോർപ്പറേഷൻ നൽകിയിട്ടില്ല. എന്നിട്ടും അവിടെ പരിപാടി നടത്താൻ അനുവദിച്ചു. ഒപ്പം തന്നെ GCDA നിയന്ത്രണത്തിലുള്ളതാണ് സ്റ്റേഡിയം. GCDAയും ഉത്തരവാദിത്തം കാണിച്ചില്ല. ഒപ്പം തന്നെ മൃദംഗവിഷൻ, അവരാണ് ഒരു മെഗാ നൃത്ത സന്ധ്യ ഇവിടെ സംഘടിപ്പിച്ചത്. ആ മൃദംഗവിഷന് മതിയായ ലൈസൻസുകളോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം കാണിച്ചില്ല. അതുകൊണ്ട് ഈ 3 ഏജൻസികളും തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 കോടി രൂപയാണ് അഡ്വക്കേറ്റ് പോൾ ജോസഫ് മുഖേന അയച്ച ലീഗൽ നോട്ടീസിൽ അവർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്നത്. നേരത്തെ അവർ GCDAയുടെ ഒരു യോഗത്തിൽ വെച്ച് തന്നെ തനിക്ക് ഇത്തരത്തിൽ അപകടമുണ്ടായതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നഷ്ടപരിഹാരം അനുവദിക്കണം എന്ന് GCDAയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ GCDA അത് പരിഗണിക്കാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് നിയമപരമായ ഒരു നോട്ടീസ് അയക്കുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷമാണ് അവരിപ്പോൾ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഈ നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ അടുത്തത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. എന്തായാലും അതിനുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്.